താലിപ്പൊന്ന് ലാസ്റ്റ് പാർട്ട്. അതൊക്കെ എന്തിനാണ് നീ അറിയുന്നത്? എന്നാലും ചേട്ടായി, ഇനി അതിനെക്കുറിച്ചൊന്നും നീ അറിയണ്ട. എന്തായാലും എനിക്കൊരു ഉറപ്പ് തരാൻ കഴിയും. നിനക്കൊരിക്കലും അവനെക്കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ല. മാത്രമല്ല, ആ വീഡിയോയെക്കുറിച്ചും നീ ഭയപ്പെടണ്ട. അത്രയും ഉറപ്പോടെ ആദം പറഞ്ഞതും റോസ് വല്ലാത്തൊരു സന്തോഷത്തോടെ അവനെ നോക്കി. റോസ് പുറം കാഴ്ചകളിലേക്ക് കണ്ണു നട്ടിരുന്ന ആ നിമിഷത്തിൽ ആദത്തിന് ഓർമ്മ വന്നത് അന്നൊരു രാത്രി കരഞ്ഞുകൊണ്ട് റൂമിൻ്റെ ഡോറിൽ തട്ടി വിളിച്ച് പൊട്ടിക്കരിഞ്ഞ് തൻ്റെ നെഞ്ചോട് ചേർന്നിരുന്ന റോസിൻ്റെ മുഖമായിരുന്നു. ആദത്തിൻ്റെ മനസ്സ് ആ ഓർമ്മകളിലേക്ക് സഞ്ചരിച്ചു. ചേട്ടായി എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് കരഞ്ഞാണ് റോസ് ഓടി വന്നത്. എന്തുപറ്റി? എന്തിനാ കരയുന്നേ? ചേട്ടായി, ഞാനും എൻ്റെ ഫ്രണ്ട് ലേയും കൂടി സിറ്റിയിലെ ഒരു ബോട്ടിക്ക് പോയിരുന്നു. എമർജൻസി ആയതുകൊണ്ട് ഞാൻ അവിടുത്തെ വാഷ്റൂം യൂസ് ചെയ്തു. അതിനുശേഷം കുറച്ച് മുൻപ് എൻ്റെ ഫോണിലേക്കൊരു വീഡിയോ വന്നു. അവൾ പറഞ്ഞു കേട്ടപ്പോൾ ആദ്യത്തിന് കാര്യം മനസ്സിലായി. അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ആ വീഡിയോ സെൻഡ് ചെയ്തിരിക്കുന്ന നമ്പർ ആദ്യം തൻ്റെ ഫോണിലേക്ക് സേവ് ചെയ്തു. നീ പോയി കിടന്ന് സമാധാനമായിട്ട് ഉറങ്ങ്, ഇത് ചേട്ടായി നോക്കിക്കോളാം. ആദവും അല്ലനും ചേർന്ന് ആ നമ്പർ ആരുടേതാണെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണ് വിഷ്ണുവിലേക്ക് ആദം എത്തുന്നത്. വിഷ്ണുവിനെ ഇല്ലാതാക്കുമ്പോൾ ആദത്തിന് തെല്ലു കുറ്റബോധം തോന്നിയില്ല. അവനത് ചെയ്തത് റോസിനു വേണ്ടി മാത്രമായിരുന്നില്ല. ഇനിയും ആ കടയിൽ കയറാൻ പോകുന്ന, ഇനിയും ആ സമൂഹത്തിൽ പിറക്കാനിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് വേണ്ടി ആദം തന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉപകാരം അതായിരുന്നു വിഷ്ണു ഒരു വൃത്തികെട്ടവനായതുകൊണ്ടും പോലീസ് സ്റ്റേഷനിലൊക്കെ അവൻ്റെ പേരിൽ നിരവധി കേസുകൾ ഉള്ളതുകൊണ്ടും പോലീസുകാർക്ക് പോലും അവൻ മരിച്ചപ്പോൾ സന്തോഷമാണ് തോന്നിയത്. ചെറിയ കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാത്ത അവനെപ്പോലെയുള്ളവർ മരിച്ചു മണ്ണടിയുന്നത് തന്നെയാണ് നല്ലത്. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ ഓഫീസ് ജോലികളിൽ മുഴുകിയിരിക്കുകയാണ് വാമി. സമയം 10 മണിയോടടുത്തെങ്കിലും ജേക്കബ് ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. അപ്പോഴാണ് ഉണ്ണിത്താൻ ഓടിക്കിതച്ച് അങ്ങോട്ടേക്ക് വന്നത്. എന്തുപറ്റി സർ? അയാളുടെ വരവ് അത്ര പന്തിയല്ലെന്ന് കണ്ടതും വാമി ആകുലതയോട് ചോദിച്ചു. വാമിക, ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. നമ്മുടെ ജേക്കബ് സാറിനൊരു ആക്സിഡൻറ്റ്. ഇന്ന് ഓഫീസിലേക്ക് രാവിലെ വരുമ്പോഴാണ് സംഭവം. കൈകൊണ്ട് വാപ്പൊത്തി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോയി വാമി. എന്നിട്ട് സാർ ഓക്കെ അല്ലേ? സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാ സാറിൻ്റെ മോൻ ആദം സാർ വിളിച്ചു പറഞ്ഞത്. കാലിന് ചെറിയ ഒടിവുണ്ട്, കൈക്കും ചെറിയ ഒടിവുണ്ട്. അല്ലാണ്ട് ഭാഗ്യം കൊണ്ട് വേറൊന്നും സംഭവിച്ചിട്ടില്ല. അത് കേൾക്കെ അല്പം ഒരാശ്വാസം തോന്നിയതുപോലെ വാമി നെഞ്ചിലേക്ക് കൈവച്ച് ഒരു നിമിഷം കണ്ണടച്ച് നിന്നു. അന്ന് വൈകിട്ടത്തെ ജോലി കഴിഞ്ഞ് വാമി നേരെ ജേക്കബിനെ കിടത്തിയിരിക്കുന്ന ഹോസ്പിറ്റലിലേക്കാണ് പോയത്. ജേക്കബിൻ്റെ മുഴുവൻ ഫാമിലിയും അവിടെ ആദവും ഉണ്ടായിരുന്നു. വാമി നടന്നു ചെന്നപ്പോൾ ആദ്യം കണ്ടത് ആദമിനെയാണ്. അവനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കടുപ്പമേറിയ മുഖഭാവം കണ്ടപ്പോൾ അവൾ കരുതി ജേക്കബിൻ്റെ വയ്യായികയിൽ അവൻ വിഷമിച്ച് നിൽക്കുമായിരിക്കുമെന്ന്. അവിടെ കിടന്ന കസേരയിൽ കരഞ്ഞ് തളർന്നിരിക്കുന്ന ലിസിയുടെ അടുത്തേക്ക് വാമി ചെന്നു. വാമിയെ കണ്ടതും അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് ലിസി പൊട്ടിക്കരഞ്ഞു. വിഷമിക്കില്ലേ ആൻറ്റി, എല്ലാം ശരിയാകും. ദൈവകൃപയാൽ സാറിനൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് കരുതി സമാധാനിക്ക്. 2 വാക്കുകളാണ് വാമി പറഞ്ഞെങ്കിലും ലിസിക്കത് നൽകിയ ആശ്വാസം ചേർത്തല്ലായിരുന്നു. നാളെ ജേക്കബിനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യൂ എന്നറിഞ്ഞുകൊണ്ട് തന്നെ പിന്നെ അവിടെ നിന്നിട്ട് വലിയ കാര്യമില്ലെന്ന് വാമിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ വാമി എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകാനിറങ്ങി. ഹോസ്റ്റലിലേക്ക് ഡ്രോപ്പ് ചെയ്യണോ? താഴേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങാൻ തുടങ്ങിയ വാമി ആ ശബ്ദം കേട്ട് ഒരു നിമിഷം അവിടെ തന്നെ നിന്നു. തിരിഞ്ഞു നോക്കാതെ തന്നെ അവൾക്ക് ആ ശബ്ദത്തിൻ്റെ ഉടമയെ അറിയാം. പുറത്ത് ഇരുട്ടിന് കനം വെച്ച് തുടങ്ങിയ സമയം. അതുകൊണ്ട് തന്നെ ആദമിൻ്റെ ക്ഷണം നിരസിക്കാൻ തോന്നിയില്ല വാമിക്ക്. മാത്രമല്ല, ആദത്തിനോട് കുറച്ചധികം കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു. ആദത്തിനൊപ്പം അവൻ്റെ കാറിൽ സഞ്ചരിക്കുമ്പോൾ അന്ന് ആ മഴയുള്ള രാത്രിയിൽ തന്നെ പൊതിഞ്ഞ സുഗന്ധം വീണ്ടും തനിക്ക് ചുറ്റും പടരുന്നത് വാമി അറിഞ്ഞു. ആ ദിവസത്തിൻ്റെ ഓർമ്മയിൽ വാമിയുടെ ഉടൽ പോലും വല്ലാണ്ട് വിറച്ചു.
എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? പ്രത്യേകിച്ച് മുഖവുരി ഒന്നുമില്ലാതെയുള്ള ആദത്തിൻ്റെ ചോദ്യം. കുറേ നേരമായി അവനും ശ്രദ്ധിക്കുന്നുണ്ട്. എന്തൊക്കെയോ ആലോചനകളുമായി ഇരിക്കുന്നവളെ. സർ, ആദത്തിൻ്റെ ആ ചോദ്യത്തിൽ വാമി ഒന്ന് പതുങ്ങിയെങ്കിലും അവൾ പതിയെ സംസാരിച്ചു തുടങ്ങി. സർ, ഞാൻ സാർ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു മോശം പെണ്ണല്ല. പെട്ടെന്ന് അവളുടെ വായിൽ നിന്ന് അങ്ങനൊരു സംസാരം കേട്ടപ്പോൾ എന്താണ് കാര്യമൊന്നും മനസ്സിലാകാതെ ആദം ഒരു നിമിഷം അവളെ നോക്കി. പിന്നെ പെട്ടെന്ന് എന്തോ മനസ്സിലായതുപോലെ അവൻ്റെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞു. 2 പ്രാവശ്യവും സാർ എൻ്റെ ദേഹത്ത് തൊട്ടപ്പോൾ പ്രതികരിക്കാഞ്ഞത് അതെനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ല. നിങ്ങളൊക്കെ വലിയ ആളുകളാണ്. നിങ്ങളോട് കിടപിടിച്ച് നിൽക്കാനുള്ള ധൈര്യവും പണവും എന്നും എനിക്കില്ല. നിങ്ങൾ കണ്ടിട്ടുള്ള പെൺകുട്ടികളെപ്പോലെയുമല്ല ഞാൻ. ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ സാറിനോട് പറയാൻ എനിക്ക് കഴിയില്ല. ദയവായി എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ എൻ്റെ വഴി പൊക്കും. അന്നാ രാത്രിയിൽ അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. നമ്മൾ തമ്മിൽ കണ്ടിട്ടുമില്ല. ദേവി ഇത് അതിൻ്റെ ഒന്നും പേരിൽ സാറിനോട് ദേഷ്യം തീർക്കരുത്. ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആഗ്രഹിച്ച് നേടിയെടുത്തിയ ഒരു ജോലിയാണിത്. ഒരുപക്ഷെ ജോലിക്ക് കയറും മുമ്പ് ഇത് സാറിൻ്റെ അച്ഛൻ്റെ കമ്പനിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായി ഞാനിവിടെ ഒരിക്കലും ജോയിൻ ചെയ്യില്ലായിരുന്നു. മറ്റെവിടെയെങ്കിലും പോയേനെ. അവളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ചെറുതായി ദേഷ്യം വരുന്നുണ്ട് ആദത്തിന്. കാരണം ഇങ്ങനെ ഒരർത്ഥത്തിലുമായിരുന്നില്ല അവളെ സ്പർശിച്ചത്. അപ്പോഴത്തെ ഒരു തോന്നലിൻ്റെ പുറത്ത്. പക്ഷെ അത് വേണ്ടിയിരുന്നില്ല. വാമിയുടെ സ്നേഹം ഇപ്പോൾ മറ്റേത് പെണ്ണായിരുന്നെങ്കിലും അതൊരു മോശം പ്രവൃത്തിയായി തന്നെ കാണൂ എന്നൊരു ചിന്ത വന്നതോടെ ആദത്തിന് അല്പം അയവ് വന്നു. സോറി ഞാൻ വാമി എന്തോ പറയാൻ തുടങ്ങിയതും ആദം പറഞ്ഞു തുടങ്ങി. ഞാൻ നിന്നെ മിന്നു കെട്ടട്ടെ? പെട്ടെന്നുള്ള ആദത്തിൻ്റെ ആ ചോദ്യം അവൻ എന്താണ് ചോദിച്ചതെന്ന് വാമികയ്ക്ക് മനസ്സിലാക്കുവാൻ അല്പസമയം വേണ്ടി വന്നു. അവൾ വിശ്വാസം വരാത്തതുപോലെ ഒരു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. സർ, ഒരു വിവാഹമൊന്നും എൻ്റെ വിദൂര സ്വപ്നത്തിൽ പോലുമില്ല. അതുമാത്രമല്ല, അവൾ എന്തോ പറയാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ തന്നെ കാര്യം എന്താണെന്ന് അവന് പിടികിട്ടി. വാമിക്ക് എപ്പോഴെങ്കിലും എന്നോട് പ്രണയം തോന്നിയിട്ടുണ്ടോ? എടുത്തടിച്ചതുപോലെയുള്ള ആദത്തിൻ്റെ ചോദ്യത്തിൽ വാമിക പതുങ്ങി നിന്നുപോയി. എപ്പോഴൊക്കെയോ തൻ്റെ ഓർമ്മകളിലും സ്വപ്നങ്ങളിലുമൊക്കെ ആദം കടന്നു വരാറുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു പ്രണയമായിരുന്നില്ല. ഒരിക്കലും ആദത്തിനോട് പ്രണയം തോന്നിയിട്ടില്ല. അവൾക്കൊരിക്കലും അവനെപ്പോലൊരാളെ സ്വപ്നം പോലും കാണാൻ കഴിയില്ലെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അവളുടെ സാഹചര്യങ്ങളും അവൻ്റെ സാഹചര്യങ്ങളും അങ്ങനെ മൊത്തത്തിൽ ഓരോ കാര്യങ്ങളിലും അവൾ അവനെ താരതമ്യം ചെയ്തു നിമിനേരം കൊണ്ട്. അവനെപ്പോലൊരാൾ ഒരിക്കലും അർഹിക്കുന്നത് തന്നെപ്പോലൊരു പെൺകുട്ടിയല്ല എന്ന തിരിച്ചറിവ് വന്നതും ആദത്തിൻ്റെ മുഖത്തേക്ക് ഏറിയ കടുപ്പത്തോടെ നോക്കി വാമി. ആ നേരം കൊണ്ട് തന്നെ റോഡിലെല്ലാം ഇരുട്ട് പരന്നിരുന്നു. രാത്രിയുടെ കാഠിന്യം വിളിച്ചോതും പോലെ അങ്ങിങ്ങായി തെളിഞ്ഞു കാണുന്ന വഴിവിളക്കുകളും റോഡിനിരുവശവും തണൽ വിരിച്ച് പൂത്തെളിഞ്ഞു നിൽക്കുന്ന വാകകളും നേർത്ത പാതിരക്കാറ്റിൽ ഒരു പ്രത്യേക ഭംഗിയിൽ കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന വാഗപ്പൂ വിതളുകളും. ആദം അവൻ്റെ വണ്ടി റോഡിൻ്റെ സൈഡിലേക്ക് ഒതുക്കി സീറ്റ് ബെൽറ്റ് ഊരിയിട്ട് വാമിക്ക് അഭിമുഖമായിരുന്നു. ഇനി പറ, ഒരിക്കലെങ്കിലും വാമിക്ക് എന്നോട് പ്രണയം തോന്നിയിട്ടുണ്ടോ? വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ആദം ആ സമയം. അവൻ അവളോട് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വിധം ഇഷ്ടം വന്നു മൂടി. പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തിയിൽ വാമിക്കും എന്തോ പോലെ തോന്നി. എന്നെ നോക്ക്, എന്നിട്ട് പറയടോ. കാറ്റുപോലെ അവൻ്റെ ശബ്ദം കാതിൽ വന്നു പതിഞ്ഞതും അവൾക്ക് കുളിർന്നു. അറിയാതെ ഉമിനീരിറക്കിപ്പോയി വാമിക. പറയൂ വാമി. അതിനേക്കാളേറെ അവൻ്റെ വായിൽ നിന്ന് കേട്ട വാമി എന്ന വിളിയിൽ തറഞ്ഞിരുന്നു പോയിന്ന് വേണം പറയാൻ. കുനിഞ്ഞു പോയി അവളുടെ താടിത്തുമ്പ് പിടിച്ചവൻ മേൽപോട്ടുയർത്തി. അവളുടെ ഒരു നിശ്വാസത്തിനപ്പുറം അവനെ കണ്ടതും അറിയാതെ മിഴികൾ അടച്ചിരുന്നവൾ ആദം മെല്ലെ വാമിയുടെ കൺപോളകളിലേക്ക് ഊതി അവൻ്റെ ശ്വാസം അടച്ചു പിടിച്ച് മിഴികളിൽ പതിഞ്ഞതും അവളുടെ കൈകൾ ഇട്ടിരുന്ന ഡ്രസ്സിൽ മുറുക്കി. അവളുടെ ഈ പ്രവൃത്തികളെല്ലാം വീക്ഷിച്ചു കൊണ്ടിരുന്ന ആദത്തിന് ചിരി പൊട്ടി. വാമിയ ഇരിപ്പ് തുടർന്നു.
നറുനിലാവ് ഉദിച്ചതുപോലെ തൻ്റെ മുന്നിലേക്ക് വന്നൊരു പനിനീർ പൂവ്. അവൻ അവളെ കണ്ടപ്പോൾ തോന്നിയത് അതാണ്. തിരികെ സീറ്റ് ബെൽറ്റ് വലിച്ചിട്ടുകൊണ്ട് ആദം വണ്ടിയെടുത്തു. വണ്ടി അനങ്ങി തുടങ്ങിയപ്പോഴാണ് ആമി മിഴികൾ തുറന്നത്. ആദത്തിൻ്റെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു. അവളെ ഹോസ്റ്റലിൽ കൊണ്ട് ഇറക്കിയ ശേഷം ആദം അവളെ പിന്നിൽ നിന്ന് വിളിച്ചു. എന്താ സർ? ഞാൻ ഒരു കാര്യം പറയട്ടെ? ഇയാൾ ആദം നദാനെ പ്രണയിക്കുന്നു. അവൻ പറഞ്ഞതും വാമിയുടെ മിഴികൾ കോർത്തു. വാമിക്ക് എന്നോട് ഒരു തരി ഇഷ്ടം പോലും ഇല്ലായിരുന്നെങ്കിൽ കുറച്ചു മുൻപ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഉറപ്പായും വാമിക പ്രതികരിച്ചേനെ. എന്താ, ശരിയല്ലേ? വാമിക്ക് ഉത്തരം മുട്ടി. വാമിക, കിടക്കും മുന്നേ ഒന്നുകൂടൊന്ന് ആലോചിച്ച് നോക്ക്, അപ്പോൾ മനസ്സിലാകും കേട്ടോ. ആ വേളയിലാണ് അവൾക്ക് തോന്നിയത് അവൻ അവളുടെ മനസ്സിൻ്റെ കോണിൽ എവിടെയൊക്കെയോ ഉണ്ടെന്ന്. ആദത്തിനെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ അവൾ വേഗം ഹോസ്റ്റലിലേക്ക് കയറിപ്പോയി. അവളുടെ ആ പോക്ക് കാണിക്കെ ഉള്ളിൽ തെളിഞ്ഞ ചിരിയോടെ തന്നെ ആദം വണ്ടി തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വിട്ടു. പിറ്റേന്ന് രാവിലെ ജോലിക്ക് പോകുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത വിധം ഒരുതരം വെപ്രാളമായിരുന്നു വാമിക്ക്. പതിവ് പോലെ തന്നെ ജോലികളിൽ മുഴുകിയിരിക്കുമ്പോഴാണ് ക്യാബിൻ ഡോർ തുറന്ന് ആദം ഉള്ളിലേക്ക് പ്രവേശിച്ചത്. പെട്ടെന്ന് ആദത്തിനെ കണ്ടതും വാമിക പകച്ചുപോയി. ഒരു തരത്തിൽ പറഞ്ഞാൽ അവൾ ആ വരവ് പ്രതീക്ഷിച്ചതാണ്. കാരണം ജേക്കബിൻ്റെ അസാന്നിധ്യത്തിൽ ആരെങ്കിലും ഒരാൾ കമ്പനിയിലേക്ക് വരുമെന്ന് അവൾ കരുതിയിരുന്നു. ആദം ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അവൻ അവൻ്റേതായ ജോലി തിരക്കുകൾ ഉള്ളതുകൊണ്ടും അവനൊരിക്കലും കമ്പനിയിലേക്ക് വരില്ല എന്നായിരിക്കും അവൾ വിചാരിച്ചു വെച്ചിരുന്നത്. എന്താണ് മിസ് സ്വാമി, സർപ്രൈസായോ? ആദത്തിൻ്റെ ആ ചോദ്യത്തിൽ ഒന്ന് പതുങ്ങി മുഖം കുനിച്ചുകൊണ്ട് വാമി നിന്നു. പിന്നെ പതിയെ അവനെ ഒന്ന് നോക്കി. ജേക്കബ് സാറിനിപ്പോൾ എങ്ങനെയുണ്ട്? ചെറിയ ഫ്രാക്ചേഴ്സ് ഒക്കെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. പപ്പയെ ഡിസ്ചാർജ് ചെയ്താൽ മിക്കവാറും വാമി കുറച്ച് ദിവസം, അതായത് ഒരു 1 month എങ്കിലും ജോലി എൻ്റെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ സർ. അതും പറഞ്ഞുകൊണ്ട് തന്നെ ആദം ടേബിളിലിരുന്ന ലാപ്പ് ഓൺ ചെയ്തു അതിലേക്ക് ശ്രദ്ധ കൊടുത്തു. അന്ന് വൈകിട്ട് തന്നെ ആദം പറഞ്ഞതുപോലെ അവളുടെ ജോലി ജേക്കബിൻ്റെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടുള്ള മെയിൽ അവൾക്ക് വന്നു. അതുകൂടാതെ ജേക്കബ് അവളെ വിളിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തു. എല്ലാ ദിവസവും രാവിലെ ഹോസ്റ്റലിലേക്ക് വണ്ടി അയക്കുമെന്ന് പറഞ്ഞതോടെ വാമികയ്ക്ക് അല്പം ആശ്വാസം തോന്നി. കാരണം ഹോസ്റ്റലിൽ നിന്ന് അല്പം ദൂരെയാണ് ജേക്കബിൻ്റെ വീട്. വാമിക ചെല്ലുമ്പോൾ തന്നെ അവളെ പ്രതീക്ഷിച്ചതുപോലെ ലിസി ലിവിംഗ് റൂമിലുണ്ടായിരുന്നു. അവർ അവളെ ജേക്കബിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി. ജേക്കബിൻ്റെ റൂമിനോട് ചേർന്നാണ് അയാളുടെ ഓഫീസ് റൂം. അവിടെ ഇരുന്നാണ് വാമിക ജോലികൾ ചെയ്തു തുടങ്ങുന്നത്. തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു അന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുവാനായിട്ട് ആദം വീട്ടിലേക്ക് വന്നത്. നീ ഇന്ന് കഴിക്കാൻ വരുമെന്ന് പറഞ്ഞില്ലല്ലോ? ലിസി ആദത്തിനെ പെട്ടെന്ന് അവിടെ കണ്ടതും ചോദിച്ചു. അതുകൊള്ളാം, എൻ്റെ മമ്മി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഇങ്ങോട്ട് വരണമെങ്കിൽ ഞാൻ മുൻകൂട്ടി ടോക്കണൊക്കെ എടുത്ത് വിളിച്ചു പറയണോ? ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താണ് പെട്ടെന്ന് ഇങ്ങോട്ടൊരു വരവ്? എൻ്റെ ലിസി കൊച്ചെ, സത്യം പറയാലോ, ഇന്നിവിടുത്തെ ആഹാരം കഴിക്കാനൊരു പൂതി. ഓ, അല്ലാതെ വാമിക ഇവിടെ ജോലി ചെയ്യാൻ വന്നതുകൊണ്ടല്ല, അവളെ കാണാൻ വേണ്ടി വന്നതല്ലേടാ. പെട്ടെന്നുള്ള ലിസിയുടെ സംസാരത്തിൽ ആദോ ഒന്ന് പരിങ്ങി. ലിസി അങ്ങനെയാണോ? ലിസി അങ്ങനെയാണ്. എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി അങ്ങ് ചോദിച്ചു കളയും. അതിപ്പോൾ മക്കളോടായാലും കെട്ടിയവനോടായാലും എല്ലാം അങ്ങനെ തന്നെ. എത്ര നാളായി രണ്ടും കൂടി ഇത് തുടങ്ങിയിട്ട്? എൻ്റെ പൊന്നു മമ്മി, മാമിക ഏസൊന്നും പറഞ്ഞിട്ടില്ല. അവളിതറിഞ്ഞാൽ പിന്നെ കോളിളക്കം സൃഷ്ടിക്കും. അത് വേറെ ഐറ്റമാണ്. അതൊക്കെ പോട്ടെ, മമ്മി ഇതെങ്ങനെ അറിഞ്ഞു? അതോ, അതന്ന് പപ്പയുടെ ബർത്ത്ഡേക്ക് അന്ന് ആ കൊച്ചു വന്നപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ച് ഫോട്ടോസ് എടുത്തില്ലേ? അത് അലീന എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഞാൻ കണ്ടു. രണ്ടാളും കൂടിയുള്ള വർത്താനവും ചേർന്നുള്ള നിൽപ്പുമല്ല. ആദം ഒരു ചമ്മിയെ ചിരിച്ചിരിച്ചു. നിങ്ങൾ തമ്മിൽ എപ്പോഴാണ് പരിചയം? ഇപ്പോഴായിട്ട് കണ്ടതാണോ അതോ മുൻപേ അറിയാവുന്ന കുട്ടിയാണോ? അത് മമ്മി. ആദം എന്തോ പറയാനായി വന്നു. പിന്നീടത് വേണ്ടെന്ന് വെച്ചു.
എന്താടാ കാര്യം പറ. അത് അന്ന് ആ ഹോട്ടലിൽ ഉണ്ടായ ഇഷ്യൂ ഇല്ലേ, അന്നത്തെ ആ പെൺകുട്ടി വാമികയായിരുന്നു. ലിസിയിൽ ഒരു ഞെട്ടൽ പ്രകടമായി. തുടരും. കഥ ഇഷ്ടമാണെങ്കിൽ ദയവേത് നിങ്ങൾ സപ്പോർട്ട് തരണേ.